Hello my dear students, welcome back to Eduport Chemistry classes. മക്കളെ Eduport Chemistry ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ അടിപൊളിയായിട്ട് ട്രിക്കിലൂടെ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇത് അറിഞ്ഞുകൂടാത്ത ഈ ചാപ്റ്ററിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്ത നിങ്ങളുടെ കൂട്ടുകാരന്മാരും കൂട്ടുകാർക്കും ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നേരെ കാര്യത്തിലേക്ക് വരാം. ഈ ചാപ്റ്ററിനെ പറ്റി ആദ്യം പറയാനുള്ള ഒരേ ഒരു കാര്യം, ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ആൻഡ് ബേസിക് ഐഡിയ ഓഫ് കെമിസ്ട്രി. നമ്മളെ കെമിസ്ട്രിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയാസുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ ഇതിനകത്ത് മാർക്കിന് അല്ലെങ്കിൽ ചോദ്യം ചോദിക്കോ സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ചോദ്യം ചോദിക്കും. ഓക്കെ, അപ്പോൾ മക്കളെ നമുക്ക് നോക്കാം. കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് ഏതെന്നറിയോ? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. കാരണം ഇത് 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ നമ്മൾ പഠിച്ചു വരുന്ന സാധനമാണ്. What are the differences between physical and chemical changes? മക്കളെ physical changes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ no new substance are produced എന്നുള്ളതാണ്. No new substance, അല്ലേ? No new substances are produced. പുതുതായിട്ട് ഒരു സാധനവും ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. ഓക്കെ, എന്നാൽ കെമിക്കൽ ചേഞ്ചസിലാണെങ്കിൽ ഇറ്റ് produce a new substances are produced. New substances are produced എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ മാത്രമല്ല ഈ ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഐസ് ഉണ്ടാക്കാം, ഐസിൻ്റെ അകത്ത് നിന്ന് വെള്ളം ഉണ്ടാക്കാം, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ചേഞ്ചസ്. എന്നാൽ കെമിക്കൽ ചേഞ്ചസിനെ സംബന്ധിച്ച് എന്താണ്? നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേ പോകാനാവും, തിരിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ കുറച്ച് വിറക് കത്തിക്കുകയാണെന്ന് വിചാരിക്കാം. ആ കത്തിക്കഴിഞ്ഞാൽ ചാരമാകും. ആ ചാരത്തിനെ തിരിച്ച് നമുക്ക് വിറകാക്കാൻ പറ്റുമോ? ഇല്ല. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. കാരണം എത്രയോ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചു വരുന്നത് കൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് ഇതിനെ പറ്റി ധാരണയുണ്ട്. ഏതൊക്കെയാണ് ഫിസിക്കൽ ചേഞ്ചസ്, അതേപോലെ തന്നെ ഏതൊക്കെയാണ് കെമിക്കൽ ചേഞ്ചസ്, നമ്മൾ കൃത്യമായിട്ട് ധാരണ ഉണ്ട്. അങ്ങനെ നമ്മൾ പോകുന്നത് ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന അടുത്തൊരു ടോപ്പിക്കിലേക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിലേക്ക് വേണ്ടി മാത്രമല്ല ഇത് പഠിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക. കെമിസ്ട്രിയിൽ എത്ര ചാപ്റ്റേഴ്സുകളുണ്ടോ അത്രയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ബാലൻസിങ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ 9ാം ക്ലാസ്സിലായാലും ഇത് അതിൻ്റെ ഒരു ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ 10ാം ക്ലാസ്സിലാണ് അതിന് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നത്. പക്ഷേ +1ലും +2ലും ഇനി അങ്ങോട്ട് എത്ര കാലം നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നു അത്രയും കാലം നമുക്ക് വേണ്ട ഒരു സാധനമാണ് ബാലൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാലൻസിങ്ങിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്കറിയാം അതിനകത്ത് ഒരു റിയാക്റ്റൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ അതിനകത്ത് എന്തുണ്ടാവും മക്കളെ? പ്രൊഡക്റ്റും ഉണ്ടാവും, അല്ലേ? എന്താണ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ എന്താണോ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അതിന് റിയാക്റ്റൻസ് എന്ന് പറയുന്നു. എന്താണോ ഉണ്ടാകുന്നത് അത് പ്രൊഡക്റ്റുമാണ്, അല്ലെ? ഇപ്പൊ റിയാക്റ്റൻസുകൾ കൂടി ചേർന്നിട്ടാണ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ നമ്മൾ സോഡിയം, അല്ലെ? ഇപ്പൊ നമ്മളിവിടെ സോഡിയം എടുത്തു. സോഡിയത്തിനെ ക്ലോറിനുമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ഇവിടെ ഉണ്ടാവും, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഏതാണ് റിയാക്റ്റൻസ്, ഏതാണ് പ്രൊഡക്റ്റ്? ഇതാ ഇവിടെ കാണുന്ന ഈ ആളെയാണ് നമ്മൾ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. കാരണം ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണോ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് സോഡിയം ഉപയോഗിക്കുന്നുണ്ട്, ക്ലോറിൻ ഉപയോഗിക്കുന്നത്, അതാണ് റിയാക്റ്റൻസ്. അത് രണ്ടും കൂടി ചേർന്നുണ്ടാകുന്ന ഈ ചങ്ങാനെ വിളിക്കുന്ന പേരാണ് ദിസ് ഈസ് നോൺ ആസ് പ്രൊഡക്റ്റ്. മനസ്സിലാക്കുക, ഈ ആരോയുടെ ഇപ്പുറത്തെ സൈഡിലുള്ളത് റിയാക്റ്റൻസും അപ്പുറത്തെ സൈഡിലുള്ളത് പ്രൊഡക്റ്റുമായിരിക്കും. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്? ഈ റിയാക്റ്റന്റ് സൈഡിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും പ്രൊഡക്റ്റ് സൈഡിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും എന്തായിരിക്കണം? സമമായിരിക്കണം, അഥവാ ബാലൻസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. അതായത് ദ നമ്പർ ഓഫ് ആറ്റം ഇൻ ദി റിയാക്റ്റൻസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രൊഡക്ട്സ്. ഓക്കെ, റിയാക്റ്റൻസിന്റെ സൈഡിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും പ്രൊഡക്റ്റ് സൈഡിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും എന്തായിരിക്കണം? ഈക്വൽ ആവണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്താണ്, എങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസുകൾ നമ്മളോട് എക്സാമിന് ചോദിക്കാറുണ്ട്. താഴെ തന്നിരിക്കുന്ന കുറച്ച് എക്സാമ്പിൾസുകൾ തരും, അതൊന്ന് ബാലൻസ് ചെയ്യാനൊക്കെ പറയും. ചിലപ്പോൾ 4 മാർക്കിനും അതൊന്നര 2 മാർക്കിനൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. പിന്നെ മാത്രമല്ല ചില കെമിക്കൽ റിയാക്ഷൻസുകൾ എഴുതുന്ന സമയത്ത് നമുക്ക് ബാലൻസിങ്ങിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയുള്ള സോഡിയത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്, ശരിയല്ലേ? ഇനി ഇതേ സോഡിയം അപ്പുറത്ത് കിടക്കുമ്പോൾ അതും 1. ഓക്കെ, അപ്പൊ സോഡിയത്തിന്റെ കാര്യത്തിൽ എന്തായി? രണ്ടും 1 ആണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളില്ല. ഓക്കെ, എന്നാൽ ക്ലോറിന്റെ കേസ് എടുക്കുമ്പോൾ ഇവിടെ ക്ലോറിൻ എത്ര ഉണ്ട് മക്കളെ? ക്ലോറിൻ എത്ര ഉണ്ട്? 2 ക്ലോറിൻ ഉണ്ട്, ശരിയല്ലേ? Cl2.
അപ്പുറത്ത് ക്ലോറിൻ എത്ര ഉണ്ട് മക്കളെ? ഇവിടെ ക്ലോറിൻ എത്ര ഉണ്ട്? ഇവിടെ ക്ലോറിൻ 1 ഉള്ളൂ. ഓക്കെ, അപ്പൊ തന്നെ മനസ്സിലായി ഇതൊരു ബാലൻസ് അല്ല, അൺബാലൻസ്ഡ് കണ്ടീഷനിലാണ്. എങ്ങനെ മനസ്സിലായി? സോഡിയത്തിന്റെ എണ്ണം ക്ലിയർ ആയിട്ട് ക്ലോറിന്റെ എണ്ണം ക്ലിയർ ആകാത്ത എന്തല്ല, ബാലൻസ് അല്ല. ഏതെങ്കിലും ഒരാളുടെ എണ്ണം കൃത്യമായിട്ടില്ല എങ്കിൽ അത് ബാലൻസ് അല്ല. ഓക്കെ, സോഡിയത്തിൻ്റെത് റെഡി അല്ലേ സാറേ, അതുകൊണ്ട് ഇത് ബാലൻസ് അല്ലേ എന്ന് പറയുക, അങ്ങനെ പറയാൻ പറ്റൂല. ഇത് സോഡിയത്തിൻ്റെത് ഓക്കെ, പക്ഷെ ക്ലോറിൻ്റെത് ബാലൻസ് അല്ല. എല്ലാവരുടെയും നമ്പർ ഇവിടെയുള്ള നമ്പർ തന്നെയാണ് ഇവിടെയും വരേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ അത് ബാലൻസ്ഡ് ആണ്. ഇവിടെ ഏതെങ്കിലും ഒരാൾ ചതിച്ചാൽ എന്തായി? അത് ബാലൻസ് അല്ല, അൺബാലൻസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ ക്ലോറിൻ്റെ കേസിൽ അത് തെറ്റി. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം അല്ലേ? അപ്പൊ ഇവിടെ ആരെ നമുക്ക് മാറ്റിയെടുക്കാം? ക്ലോറിൻ ഇവിടെ 2. ശരിക്കും ഇവിടെ ഒരു 2 കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ, ഈ പുലിവാലിന്റെ കാര്യത്തിൽ ഒന്നും പോകേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ? അപ്പൊ ക്ലോറിൻ ഇവിടെ 2 വരാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇതിന്റെ നടുക്കൊന്നും നമുക്ക് 2 എഴുതാൻ കഴിയില്ല. കാരണം സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം ആ കോമ്പൗണ്ട്സിനെ മാറ്റാൻ നമുക്ക് അധികാരമില്ല എന്നുള്ളതാണ്. ഇവിടെ ഇതിന്റെ നടുക്ക് കൊണ്ടുവച്ച് 2 എഴുതുക, അപ്പുറത്ത് കൊണ്ടുവച്ച് 2 എഴുതുക, ഈ പരിപാടികളൊന്നും നടക്കൂല. അപ്പൊ എവിടെയാണ് ഇപ്പോൾ നമുക്ക് 2 കൊള്ളിക്കാൻ പറ്റുന്നത്? ഈ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ നമുക്ക് 2 കൊള്ളിക്കാൻ പാടുള്ളൂ അല്ലെ? ഇതാ ക്ലോറിൻ ഇവിടെ 2 ആക്കണം, അതല്ലേ നമ്മൾ പ്രശ്നം അല്ലെ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ 2 ഇട്ട് കൊടുക്കുക. ഓക്കെ, അല്ലാണ്ട് അതിന്റെ നടുക്കൊന്നും കൊണ്ടുവച്ച് 2 ഇടരുത്. അപ്പൊ ഇവിടെ 2 ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ 2 എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലോറിൻ 2. ഓക്കെ, അപ്പൊ ക്ലോറിൻ 1 വെട്ടി നമുക്ക് എത്രയാക്കാം? 2 ആക്കാം. പക്ഷേ ഈ 2 എന്ന് പറയുന്നത് സോഡിയത്തിനും എന്താണ് ബാധകമാണ്, ക്ലോറിന് ബാധകമാണ്. അപ്പോൾ 2 സോഡിയവും ഉണ്ട്, 2 ക്ലോറിനും ഉണ്ട്. കുടുങ്ങിയല്ലോ. അപ്പോൾ ഇവിടെ സോഡിയം എത്ര ആക്കണം? 2 ആക്കണം. ഓക്കെ, ഇവിടെ 2 ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ 2 ഇടാൻ പാടുള്ളൂ. നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാൻ, നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റൂ, അല്ലാണ്ട് നടുക്കൊന്നും കൊണ്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 2 ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ആര് മാറി? ആൻഡ് ഈസ് ചേഞ്ച്. എന്താ? സോഡിയം ചേഞ്ച് ആയി, ക്ലോറിനും ചേഞ്ച് ആയി. ഇനി നമ്മളൊന്ന് നോക്കിക്കേ, ഇവിടെ സോഡിയം 1 ആയിരുന്നു, ഇവിടെ സോഡിയം 2 ആയി. ഓക്കെ, ക്ലോറിൻ 2 ആയി, ക്ലോറിൻ 2 ആയി. അപ്പൊ ക്ലോറിന്റെ എണ്ണം തുല്യമായി, പക്ഷെ സോഡിയത്തിന്റെ എണ്ണോ ഡിഫറെന്റ് ആയി. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ സോഡിയം 2 വന്നതുപോലെ ഇവിടെയും 2 വന്നാൽ മതി. വളരെ സിമ്പിൾ. അപ്പൊ ഇവിടെ 2 ആക്കാൻ എന്ത് ചെയ്യുക? ഇവിടെ 2 ഇട്ട് കൊടുത്തായി. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ഇപ്പൊ എല്ലാവരുടെ നമ്പർ സെയിം അല്ലേ? ദാ സോഡിയം 2, സോഡിയം 2, ക്ലോറിൻ 2, ക്ലോറിൻ 2. അപ്പൊ എങ്ങനെ വരും? 2Na plus Cl2 gives 2NaCl എന്നുള്ള ഒരു ബാലൻസ്ഡ് കണ്ടീഷനിലെത്തി. അപ്പൊ ഈ ഒരൊറ്റ എക്സാമ്പിളിലൂടെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മൊത്തമായിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസുകൾ നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമുക്ക് ഇന്നത് വരൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയേറെ കെമിക്കൽ റിയാക്ഷൻസുകൾ കെമിസ്ട്രിനകത്തുണ്ട്. അതിൽ ഏത് തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഒരുപാട് എക്സാമ്പിൾസുകൾ എടുക്കുക, അത് തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇതിലെ കുറച്ച് കെമിക്കൽ റിയാക്ഷൻസുകളാണ്. ഈ ചാപ്റ്ററിന്റെ ഒരു നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏത്? നമ്മുടെ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട് നമുക്ക് നോക്കാം. നമ്പർ 1 കോമ്പിനേഷൻ റിയാക്ഷൻ, നമ്പർ 2 ഡീകമ്പോസിഷൻ റിയാക്ഷൻ, നമ്പർ 3 ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, നമ്പർ 4 ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, നമ്പർ 5 എൻഡോതെർമിക് ആൻഡ് എക്സോതെർമിക് റിയാക്ഷൻ, നമ്പർ 6 ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ആൻഡ് 7 റിഡോക്സ്. അങ്ങനെ 7 റിയാക്ഷൻസുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരു 90% നമ്മളോട് ചോദിക്കുന്നത്. ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഒരു കെമിക്കൽ റിയാക്ഷൻ തരും, എന്നിട്ട് നമ്മളോട് പറയും ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ്. ചിലപ്പോൾ നേരെ തിരിച്ചു വരും. എന്നിട്ട് ഈ ഒരു റിയാക്ഷന് ചിലപ്പോൾ ഇതിലേതെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഒരു എക്സാമ്പിൾ എഴുതാൻ പറയും. അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ അത് ചോദ്യങ്ങൾ വരിക. ഇപ്പം 2 രീതിയിൽ നമുക്ക് പറയാൻ പറ്റണം. ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ, റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ്, ഇനി ടൈപ്പ് റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പേരെന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ഗഡ്സ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പിനേഷൻ റിയാക്ഷൻ എന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഒന്നുമില്ല, 2 ആളുകൾ കൂടി ചേർന്നിട്ട് ഒരാളായിട്ട് മാറുക, കമ്പൈൻ ചെയ്യുക, അതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കൂ, മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗിവ്സ് MgO. നോക്കൂ, ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ റിയാക്ടന്റ് സൈഡിൽ എത്ര ആൾക്കാരുണ്ട്? റിയാക്ടന്റ് സൈഡിൽ 2 ആൾക്കാരുണ്ട്, ശരിയല്ലേ? മെഗ്നീഷ്യം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. എന്നാൽ ഇവിടെ പ്രൊഡക്റ്റ് സൈഡിൽ ഒരാളേ ഉള്ളൂ. ഇവിടെ 2 ആളുകൾ കൂടി ചേർന്നിട്ട് ഒരാളായിട്ട് മാറുക. ഇനിയിപ്പോൾ 2 ആൾ മാത്രമാണോ? അല്ല, ചിലപ്പോൾ 3 ആവാം, 4 ആവാം, എത്ര ആയിക്കോട്ടെ. ഈ സൈഡിൽ എത്ര ആയിക്കൊള്ളട്ടെ, പക്ഷെ ഈ സൈഡിൽ എപ്പോഴും ഒന്നേ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾസുകൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ,
ഇതാണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇഷ്ടമായ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതും പറയാം. അപ്പൊ കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. മക്കളെ നോക്കാം, ഇതിലെന്താ പ്രത്യേകത? ഇവിടെ കാർബണും ഓക്സിജനും ഇവിടെ രണ്ടാൾക്കാരുണ്ട്, പക്ഷെ ആ രണ്ടാൾക്കാർ കൂടി ചേർന്നിട്ട് ഇവിടെ ഒരാളായിട്ട് മാറി. അപ്പൊ ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. കേട്ടോ, ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഏത്? ഡീകോമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട എങ്ങനെയായിരുന്നു? രണ്ടാളുകൾ കൂടി ചേർന്നിട്ട് ഒരാളായിട്ട് മാറി. ഓക്കെ, എന്നാൽ ഈ ഡീകമ്പോസിലേക്ക് വരുമ്പോൾ ഒരാള് രണ്ടാളായിട്ട് മാറുക. ഫോർ എക്സാമ്പിൾ ഇതാ ഇവിടെ നോക്കിയേ, അതായത് കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞ ഒരാള് എന്തായിട്ട് മാറുന്നു? കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറുന്നു. ഓക്കെ മക്കളെ, ഇതവിടെ നോക്കൂ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ റിയാക്ടൻ സൈഡിൽ ഒരാളേ ഉള്ളൂ, പക്ഷേ പ്രൊഡക്റ്റ് സൈഡിൽ രണ്ടാൾക്കാരുണ്ട്. നേരത്തെ തന്നെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? ഇവിടെ നോക്കി, ഇവിടെ രണ്ടാളുകളുണ്ട്, രണ്ട് ഒന്നായിട്ട് മാറി. എന്നാൽ ഇവിടെ ഒന്ന് രണ്ടായിട്ട് മാറി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കോമ്പിനേഷൻ പഠിച്ചാൽ ഡീകോമ്പോസിഷൻ ഫ്രീ, അതല്ലേ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പൊ കോമ്പിനേഷന്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഏത് വരിക? ഡീകോമ്പോസിഷൻ വരിക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. യെസ്, ഇനി മൂന്നാമതായിട്ട് വരുന്നു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ വളരെ സിമ്പിൾ ആണ്. അതായത് നോക്കൂ, അവിടെ നോക്കേ, ഇപ്പോ Fe പ്ലസ് കോപ്പർ സൾഫേറ്റ് ഗിവ്സ്. മക്കളെ ഇവിടെ എന്താ സംഭവിക്കാന്നറിയോ? ഈ Fe പോയിട്ട് എന്ത് ചെയ്യുന്നറിയോ? Fe പോയിട്ട് കോപ്പറിനെ ഒരൊറ്റ ഇടി അങ്ങോട്ട് ഇടിക്കും. അപ്പൊ കോപ്പർ എന്ത് ചെയ്യും? ദൂരെ തെറിച്ചു പോകും. കോപ്പർ ദൂരെ തെറിച്ചു പോയേ. അപ്പൊ കോപ്പർ ഇവിടെ ഉണ്ടോ? ഇല്ല, കോപ്പർ നാട് വിട്ട്. ഈ കോപ്പറിന്റെ സ്ഥാനത്തേക്ക് ആര് കയറി കുത്തിരിക്കും? Fe അങ്ങോട്ട് കയറി കുത്തിരിക്കും. അപ്പൊ എന്തായും? Fe ഇവിടെ കയറുമ്പോ എന്തായാലും മാറും? FeSO4 എന്നാവും. കേട്ടോ, ഇതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയാം. അപ്പൊ ഇതിൽ റിയാക്ടിവിറ്റി കൂടിയ ആളാണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കരുത്തുള്ള ആളാണ് Fe, ഏതിനെക്കാട്ടിലും? കോപ്പറിനെക്കാട്ടിലും. അപ്പൊ എന്ത് ചെയ്യും? Fe ഒരൊറ്റ ചവിട്ട് കിട്ടിയാൽ കോപ്പർ തെറിച്ചത് അവിടെ വീണ്. ഇപ്പൊ കോപ്പർ ഇവിടെ അല്ല, ആ കോപ്പറിന്റെ സ്ഥാനത്തേക്ക് Fe കയറി കുത്തിരിക്കും. അപ്പൊ എന്തായിരിക്കും? മാറും FeSO4 എന്നാവും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ റിയാക്ടിവിറ്റിയുടെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ മഗ്നീഷ്യം പ്ലസ് കോപ്പർ സൾഫേറ്റ്. മക്കളെ ഒന്ന് പറഞ്ഞു നോക്കടാ, ഒന്ന് പറഞ്ഞു നോക്കേ. വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ആൻസർ ഒന്ന് എഴുതുക. യെസ്, അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഇങ്ങനെ ആയിരിക്കും. ഇവിടെ കോപ്പർ വന്നു, കോപ്പർ തെറിച്ചു പോയി, എന്നിട്ട് ഈ കോപ്പറിന്റെ സ്ഥാനത്തേക്ക് മഗ്നീഷ്യം കയറി കുത്തിരിക്കും. അപ്പൊ എന്ത് വരും മക്കളെ? മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് വരും. റെഡിയാണല്ലോ മക്കളെ? അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, റെഡിയാണല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ആളാണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. വളരെ ശ്രദ്ധിച്ചോണം. നേരത്തെ തന്നെ ചവിട്ടും കുത്തും ഒന്നല്ല ഇവിടെ ഉള്ളത്. ഇവിടെ നോക്കോ, ഇപ്പോ Na2SO4 ശ്രദ്ധിച്ചോണേ മക്കളെ, Na2SO4 പ്ലസ് BaCl2 ബാരിയം ക്ലോറൈഡ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കാന്നറിയോ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഡബിൾ ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആകെ പഠിക്കേണ്ട ഒറ്റ ഡയലോഗേ ഉള്ളൂ. എക്സ്ചേഞ്ച് ഓഫ് അയോൺ. എന്താണ്? അയോൺസുകളെ പരസ്പരം കൈമാറുക. എന്താണ് സാറേ ഈ അയോൺസ്? എടാ മക്കളെ, പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉള്ളവരെയാണ് അയോൺസ് പറയാ. ഇതിലിപ്പോൾ ആരാ പോസിറ്റീവ്, ഇതിൽ ആരാപ്പം നെഗറ്റീവ്? മക്കളെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ആദ്യം കാണുന്ന ആള് പോസിറ്റീവ് ആയിരിക്കും, രണ്ടാമത് കാണുന്ന ആള് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ NaCl എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ആരാ പോസിറ്റീവ്? Na പ്ലസ് Cl മൈനസ്. അപ്പൊ ഇങ്ങനെ പ്ലസും മൈനസും തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ചാർജ് ഉള്ള പോലെയാണ് നമ്മൾ അയോൺസുകൾ എന്ന് പറയാം. അപ്പൊ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കാന്നറിയോ? ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും, താലങ്ങളൊക്കെ കൈമാറുമോ അല്ലേ? നോക്കിയാൽ ഇവിടെയുള്ള പോസിറ്റീവ് പോയിട്ട് അപ്പുറത്തെ നെഗറ്റീവ് ആയിട്ട് ചേരും. അപ്പൊ ഇങ്ങനെ ഒരു NaCl എന്ന് വരും കേട്ടോ. ബാലൻസ് ചെയ്തില്ലേ? NaCl പ്ലസ് ഇവിടെയുള്ള പോസിറ്റീവ് ഇവിടെയുള്ള നെഗറ്റീവ് ആയി ചേരും. അപ്പൊ എന്ത് വരും? BaSO4 എന്ന് വരും. മനസ്സിലായോ മക്കളെ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? അയോൺസുകളെ കൈമാറുക. ഇവിടെയുള്ള പോസിറ്റീവ് അപ്പുറത്തുള്ള നെഗറ്റീവ് ആയിട്ട് ചേരുക, ഇവിടെയുള്ള പോസിറ്റീവ് ഇപ്പുറത്തുള്ള നെഗറ്റീവ് ആയിട്ട് ചേരുക. എപ്പോഴും മനസ്സിലാക്കുക, ഫസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് തുടങ്ങും, നെഗറ്റീവിൽ അവസാനിക്കും. ഇവിടെ പോസിറ്റീവ് തുടങ്ങും, നെഗറ്റീവിൽ അവസാനിക്കും. അങ്ങനെയാണെങ്കിൽ NaClഉം ബാരിയം സൾഫേറ്റും കിട്ടും. ഇങ്ങനെ അയോൺസുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുള്ള പരിപാടിക്കാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? യെസ്. അപ്പൊ എത്ര പഠിച്ച്? ഏതൊക്കെ പഠിച്ച്? കോമ്പിനേഷൻ പഠിച്ചു, ഡീകമ്പോസിഷൻ പഠിച്ചു,
ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പഠിച്ചു, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് പഠിച്ചു. മക്കളെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഏത് റിയാക്ഷൻ ആണ് നമ്മൾ തിരിച്ചറിയാൻ കഴിയണം. അതേപോലെ തന്നെ പിന്നെ എന്തെങ്കിലും ഒരു റിയാക്ഷൻ തന്നിട്ട് അതിന്റെ എക്സാമ്പിൾ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയണം. ഇതാണ് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത ഏരിയയിലേക്ക് പോവാണ്. എൻഡോതെർമിക് ആൻഡ് എക്സോതെർമിക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഐഡിയകളാണ്. ചില റിയാക്ഷൻ നടക്കുമ്പോൾ ചൂടും കൂടി അങ്ങോട്ട് റിലീസ് ചെയ്യും അല്ലെ. ഇപ്പൊ ഞാൻ ഇതൊരു ഗ്ലാസ് ആണ് വിചാരിക്കാം, ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ കൈ ചൂടാൻ തുടങ്ങി അല്ലെ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് കൈ അങ്ങോട്ട് ചൂടാൻ തുടങ്ങി. അപ്പൊ ചൂട് പ്രൊഡ്യൂസ് ചെയ്യാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ പുറത്ത് വിടുക അഥവാ റിലീസ് ചെയ്യുക. ആരെ? റിലീസിങ് ഓഫ് ഹീറ്റ്. അതിനെയാണ് നമ്മൾ എക്സോതെർമിക്. എക്സോ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി അല്ലെ, പുറത്തേക്ക് തള്ളുക. അതായത് ഹീറ്റിനെ റിലീസ് ചെയ്യുക അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളുന്നതിനെയാണ് നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എൻഡോതെർമിക് എന്താ സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ഹീറ്റ് വേണം. ചൂടാക്കിയാലേ നടക്കൂ. എന്തോ ഒരു തണുപ്പം കളിയാ, അപ്പൊ ചൂടാക്കി കഴിഞ്ഞാലേ ഏത് നടക്കൂ? ചില റിയാക്ഷൻ നടക്കൂ. അത്തരത്തിലുള്ള റിയാക്ഷനാണ് നമ്മൾ എൻഡോതെർമിക് എന്ന് പറയാം. സോ ഹീറ്റ് ഈസ് റിക്വയർഡ് അല്ലെ, ഹീറ്റ് ഈസ് റിക്വയർഡ്. ഹീറ്റ് ആവശ്യമുള്ള റിയാക്ഷൻസുകളെയാണ് എൻഡോതെർമിക് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടിലെ വ്യത്യാസം മനസ്സിലായല്ലോ. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഉണ്ടെങ്കിൽ നടക്കുന്ന റിയാക്ഷനാണ് എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം. ഹീറ്റ് ഉണ്ടെങ്കിലേ നടക്കൂ. എന്നാൽ എക്സോതെർമിക്, എക്സോ പുറത്തേക്ക് തള്ളുക അല്ലെ. ചില റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് പുറത്തേക്ക് തള്ളും. അതിനെയാണ് നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനകത്ത് നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, റെഡി. അടുത്ത ഏരിയയിലേക്ക് പോവാണ്. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. യെസ് മക്കളെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരെ കുറിച്ചാണ്? ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെറ്റാണ്. അപ്പൊ ഇവിടെ ഓക്സിജനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കളിയാണ്. നോക്കണേ, ഓക്സിജനുമായിട്ട് ബന്ധപ്പെട്ട കളി എന്ന് പറഞ്ഞാൽ ഓക്സിജനെ എന്ത് ചെയ്യുക? ഗെയിൻ ചെയ്യുകയാണെങ്കിൽ, ഓക്സിജനെ കിട്ടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓക്സിഡേഷൻ. ഇത് രണ്ടും ഓക്സിജനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്സിജൻ കിട്ടുകയാണെങ്കിൽ അതിനെന്താ പറയുക? ഓക്സിഡേഷൻ. ഇനി ഓക്സിജൻ അങ്ങോട്ട് നഷ്ടപ്പെട്ട് എവിടെയോ വീണുപോയി അല്ലെ, ലോസ് ഓഫ് ഓക്സിജൻ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം മക്കളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഒന്ന് ഓക്സിജനെ കിട്ടുന്നതിനെ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയും. ഓക്സിജനെ കളഞ്ഞു പോകുന്നതിന് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതിന് നമ്മൾ റിഡക്ഷൻ എന്ന് പറയും. അത് ഈ പേര് തന്നെ വ്യക്തമാണ്. ഇപ്പോൾ നോക്കി നിങ്ങൾ, ഓക്സിഡേഷൻ ഇതിനകത്ത് ഓ ഇല്ലേ, ഓ ഉണ്ടെങ്കിൽ, ഓനെ കിട്ടിക്കഴിഞ്ഞാൽ, ഓ കിട്ടിയാൽ എന്താണ് ഓക്സിഡേഷൻ, ഓനെ കിട്ടിയില്ലെങ്കിൽ അത് റിഡക്ഷൻ. ഓക്കെ, റെഡി. ഇനി നമുക്ക് നേരെ ഒരു എക്സാമ്പിളിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്, പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. കോപ്പർ ഓക്സൈഡിനെ നമ്മൾ ഹൈഡ്രജനുമായിട്ട് ചേർത്തിട്ട് നമ്മൾ എന്താക്കുന്നു? കോപ്പറും അതേപോലെ തന്നെ H2O ആയിട്ട് മാറ്റുന്നു. ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ മക്കളോട് പറയാം, ഇതിൽ ആർക്കാണ് ഓക്സിഡേഷൻ നടന്നത്, ആർക്കാണ് റിഡക്ഷൻ നടന്നത് എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഇവിടെ നോക്കൂ, നിങ്ങൾ ഓക്സിജനെ മാത്രം നോക്കിയാൽ മതി. ഓക്സിജന്റെ കേസ് മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ടല്ലോ, ഓക്സിജൻ ഉള്ള സ്ഥലത്തേക്ക് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്, ഇവിടെ കോപ്പറിന്റെ കൂടെ ഓക്സിജൻ ഉണ്ട്. പക്ഷേ അതേ കോപ്പർ ഇവിടെ എത്തിയപ്പോഴേക്കും ഓക്സിജൻ ഇല്ല. ഓക്സിജൻ എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു മക്കളെ, ഓക്സിജൻ എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. അതെന്ത് വർത്താന സാറേ? അല്ലടാ മക്കളെ, ഞാൻ പറഞ്ഞതാ, ഓക്സിജനെ നഷ്ടപ്പെട്ടാൽ റിഡക്ഷൻ. ഇനി ഹൈഡ്രന്റെ കേസ് നോക്കി, ഹൈഡ്രൻ ഇവിടെ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ ഇപ്പുറത്തെത്തിയപ്പോഴേക്കും ഹൈഡ്രന്റെ കൂടെ ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ വന്ന് ഗെയിൻ ചെയ്ത് ആരെ കൂടെ? ഹൈഡ്രജന്റെ കൂടെ അല്ലെ. ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന ഹൈഡ്രജൻ എന്താണ്? ഇവിടെ എത്തിയപ്പോഴേക്ക് ഹൈഡ്രജന്റെ കൂടെ ഓക്സിജൻ വന്നു. അപ്പോൾ ഹൈഡ്രജൻ ആരെ നേടി? ഓക്സിജനെ നേടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചത് ആർക്കാ മക്കളെ? ഹൈഡ്രജനുമാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഓക്സിജൻ എവിടെ പോയി? കിട്ടിയോ, ഇനി കളഞ്ഞു പോയോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുക. അപ്പൊ ഇവിടെ കോപ്പറിന്റെ കൂടെ ഓക്സിജൻ ഉണ്ടായിരുന്നു, പക്ഷെ ആ കോപ്പറിന്റെ കൂടെ ഇവിടെ ഓക്സിജൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ടു, റിഡക്ഷൻ. ഇവിടെ ഹൈഡ്രജന്റെ കൂടെ ഓക്സിജൻ ഇല്ല, പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും ഓക്സിജൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓക്സിഡേഷൻ. ഓക്കെ, അപ്പൊ റിഡക്ഷനും ഓക്സിഡേഷനും മനസ്സിലായി. ഇനി ഞാനൊരു ടെക്നിക്ക് പറയാം. അതായത് റിഡക്ഷൻ സംഭവിക്കുന്നത് ആർക്കാണോ അയാൾ എന്ത് ഏജന്റ് ആയിരിക്കും? ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. ഇത് അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചേക്കുക, കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. റിഡക്ഷൻ എവിടെയാണോ ഉള്ളത് അയാൾ എന്ത് ഏജന്റ് ആയിരിക്കും? ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് അങ്ങ് ചിന്തിക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ ഓക്സിഡേഷൻ നടത്തിയ സ്ഥലത്ത് ആരായിരിക്കും ഉണ്ടാകുക? എന്ത് ഏജന്റ് ആയിരിക്കും ഉണ്ടാകുക? റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും ഉണ്ടാകുക. എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിക്കും,
ഓക്സിഡേഷൻ സംഭവിച്ചതാർക്ക്, റിഡക്ഷൻ സംഭവിച്ചതാർക്ക്, ഓക്സിഡൈസിങ് ഏജന്റ് ആര്, റെഡ്യൂസിങ് ഏജന്റ് ആര് എന്നൊക്കെ ചോദിക്കും. ഒന്നുമില്ല മക്കളെ, ഓക്സിഡേഷൻ റിഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏജന്റുമാരെ രണ്ടാളെ നമുക്ക് എഴുതാം അല്ലെ. എങ്ങനെ? ഓക്സിഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യാം, ഓക്സിഡേഷൻ റിഡക്ഷൻ റെഡ്യൂസിങ് ഏജന്റ്. ഇനി റിഡക്ഷൻ ആണ് സംഭവിക്കുന്നെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ്, നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുക, റിഡക്ഷൻ ഓക്സിഡേഷൻ, ഓക്സിഡേഷൻ റിഡക്ഷൻ കേട്ടോ. അപ്പൊ ഓക്സിഡേഷൻ ആണ് സംഭവിച്ചെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ്, ഏജന്റുമാരെ തപ്പാൻ സുഖ, നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി അല്ലെ. ഇനി ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിച്ചത് അയാൾ റെഡ്യൂസിങ് ഏജന്റും, ആർക്കാണോ റിഡക്ഷൻ സംഭവിച്ചത് അയാൾ ഓക്സിഡൈസിങ് ഏജന്റും ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് അങ്ങ് ചിന്തിച്ചാൽ മതി. ഇതിന്റെ ഡെഫിനിഷൻ പഠിക്കാനോ തലമുണ്ടാക്കാനോ ഒന്നും ഇപ്പം നിൽക്കണ്ട, നമ്മൾ ആ നേരെ അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. അപ്പൊ റിഡക്ഷൻ സംഭവിച്ചാൽ ഓക്സിഡൈസിങ് ഏജന്റ്, ഓക്സിഡേഷൻ സംഭവിച്ചാൽ റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ ആണല്ലോ മക്കളെ, ഒറ്റയടിക്ക് നമുക്ക് 4 നമുക്ക് എഴുതാൻ പറ്റും. 4 മാർക്ക് നമ്മളെ കയ്യിൽ വരുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു കൺഫ്യൂഷൻ നിങ്ങൾ ആവശ്യമില്ല. റെഡി? ഇനി റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. റിഡോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 റിയാക്ഷനെ പറ്റി പഠിച്ചു. ഒന്ന് ഓക്സിഡേഷൻ, ശരിയല്ലേ, ഓക്സിഡേഷൻ. ഇനി മറ്റാമത്തെ റിയാക്ഷൻ ഏതാ? റിഡക്ഷൻ. ഇങ്ങനെ 2 റിയാക്ഷൻസുകളൊക്കെ പഠിച്ചിട്ട് അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചു ഓക്സിഡേഷനും റിഡക്ഷനും അല്ലേ. ഇത് അവിടെ ഓക്സിഡേഷൻ എഴുതി, റിഡക്ഷൻ എഴുതി. അപ്പൊ പക്ഷെ ഇവിടെ ചോദ്യം അതല്ല, എന്താണ് റിഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണേ നോക്കി, ഇതാ ഇവിടെ ഉള്ള റെഡ്, ഇവിടെ ഉള്ള ഓക്സ്, രണ്ടും കൂടി ഒന്ന് കൂട്ടി നോക്കി, റെഡ് ഓക്സ്, റെഡ് ഓക്സ്, ദാറ്റ് ഈസ് റിഡോക്സ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷന്റെ അകത്ത് ഓക്സിഡേഷനും റിഡക്ഷനും കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ ഈ റിയാക്ഷനെ മൊത്തമായിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്? റിഡോക്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഒരു റിയാക്ഷൻ്റെ അകത്ത് ചിലപ്പോൾ എല്ലാ സമയത്തും ഇവർ രണ്ടാളും വരണമെന്നില്ല. ആര്? ഓക്സിഡേഷൻ റിഡക്ഷനും കൂടി സംഭവിക്കണമെന്നില്ല. ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് റിഡോക്സ് എന്ന് പറയാൻ പറ്റില്ല, 2 ആളും വരണം. ഈ റിയാക്ഷൻ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഓക്സിഡേഷൻ കാണാം, റിഡക്ഷനും കാണാം. രണ്ടും ഒരൊറ്റ കെമിക്കൽ റിയാക്ഷൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കെമിക്കൽ റിയാക്ഷനെ എല്ലാം കൂടി കൂട്ടി ഒരു ഒറ്റ പേര് അങ്ങോട്ട് വിളിക്കാം, ദാറ്റ് ഈസ് റിഡോക്സ്. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? അപ്പൊ പേര് തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ ഏരിയയിലേക്ക്, ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കൊറോഷൻ എന്ന് പറയുന്നത് അല്ലെ. തുരുമ്പെടുക്കുക എന്നൊക്കെ പറയും. ദാറ്റ് ഈസ് സ്ലോ ഹീറ്റിംഗ് ഓഫ് മെറ്റൽ ബൈ ദ ആക്ഷൻസ് ഓഫ് എൻവയോൺമെന്റൽ ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, മോയിസ്ചർ ടു ഫോം ദർ ഓക്സൈഡ്സ്, സൾഫൈഡ്സ്, കാർബണേറ്റ് ഈസ് നോൺ ആസ് കൊറോഷൻ. തുരുമ്പെടുക്കുക എന്നുള്ളത് അല്ലെ. അതായത് ചില മോയിസ്ചർ ആയിട്ടും എയർ ആയിട്ടും ഒക്കെ എന്താണ് ഈ ചില മെറ്റൽസുകൾ കോണ്ടാക്ട് വരുന്ന സമയത്ത് ചില ഓക്സൈഡ്സുകളൊക്കെ ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്ന് നമുക്ക് പെയിന്റിങ് ചെയ്യാം, കൊറോഷൻ തടയാം. പിന്നെ ഒന്ന് ഗാൽവനൈസേഷൻ കേട്ടോ. ഗാൽവനൈസേഷൻ എന്നൊരു പ്രോസസ് ഉണ്ട്. ഒന്നുമില്ല, എന്താണ്? കോട്ടിംഗ് ഓഫ് സിങ്ക് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് പറയുക കേട്ടോ. ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ഏതാണോ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അതിന് ചുറ്റും ആരെ പൂശുക? സിങ്കിനെ പൂശുക. അതിനാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അവസാനം എത്തുന്നു റാൻസിഡിറ്റി എന്ന് പറയും. റാൻസിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് ഈ ഭക്ഷണമൊക്കെ ചില എന്താണ് ഈ എണ്ണയിലൊക്കെ വറുത്ത സാധനങ്ങൾ ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ചവർപ്പ് പോലത്തെ ഒരു ടേസ്റ്റ് വരും. അതിനാണ് നമ്മൾ റാൻസിഡിറ്റി എന്ന് പറയുന്നത്. വെൻ ഫാറ്റ്സ് ആൻഡ് ഓയിൽ ആർ ഓക്സിഡൈസ് കണ്ടെയ്നിങ് ഫുഡ് ഐറ്റംസ് ആർ എക്സ്പോസ്ഡ് ഇൻ എയർ ദ ബിക്കം ഓക്സിഡൈസ്. അല്ലെങ്കിൽ ഒരു വല്ലാത്ത സ്മെല്ല് അതിൽ നിന്ന് വരും അല്ലെ. ഇപ്പം നമ്മൾ ചിപ്സ് ഒക്കെ ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ എന്താണ് എയറുമായിട്ട് വന്നിട്ട് അത് ഓയിൽ വറുത്ത സാധനമാണ്. അപ്പോൾ അത് എയറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചില ഫൗൾ സ്മെല്ലുകളൊക്കെ വരും. ആകെ അത് ചിലപ്പോൾ ആൻഡ് ഇറ്റ് മേ ലീഡ്സ് ടു എ പോയിസണസ് മെറ്റീരിയൽസ് അല്ലെ. അത് ചിലപ്പോൾ ഒരു വിഷമായിട്ട് മാറാനൊക്കെ സാധ്യതയുണ്ട്. അത്ര കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ എയർ ടൈറ്റ് ഉള്ള സാധനത്തിൽ ഇത് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിക്കുന്നത്. അപ്പൊ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിലെ A to Z കാര്യങ്ങൾ വൃത്തിക്ക് നമ്മൾ ട്രിക്കിലൂടെ നമ്മൾ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ കമന്റുകളൊക്കെ താഴെ ഇടുക. ഇനി അടിപൊളിയായിട്ട് നമ്മളെ ക്ലാസ് 10th CBSE ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവാം. ഇനി ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്യാൻ, നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിലാണ് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് നമ്മൾ ഒന്നും ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അവസാനം അതേപോലെ തന്നെ പോകേണ്ടി വരും. അതുകൊണ്ട് ഇപ്പം തുടങ്ങുക, ഈ നിമിഷം തുടങ്ങുക. വീണ്ടും കാണാം മക്കളെ. ഗുഡ് ബൈ.